അല്ലാതെ നേരം വെളുക്കുന്നു, പകലിങ്ങനെ ഉദിച്ച് ഉച്ചയാകുന്നു, വൈകുന്നേരമാകുന്നു, അങ്ങനെ തന്നെ അസ്തമിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ദിവസം ഇങ്ങനെ കഴിയുന്നു. ഓരോ ദിവസവും പകലുദിക്കുന്നു, വീണ്ടും അസ്തമിക്കുന്നു. അങ്ങനെ പോയത് കൊണ്ട് കാര്യമായില്ല. എല്ലാറ്റിനും ഒരു എന്തുണ്ട്, അവസാനമാണ്. ആ അവസാനം എല്ലാവർക്കും, ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലകങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ അവസാനത്തിൻ്റെ ആ എൻഡ് മുതലാണ് നമുക്കുള്ള ഏറ്റവും വലിയ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുന്നത്. ആ കവാടങ്ങളിലൂടെയൊക്കെ രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കിട്ടിയ ഈ ചുരുങ്ങിയ ആയുസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ നന്നായി പണിയെടുത്താലല്ലാതെ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കവാടങ്ങളും അല്പം സ്ട്രോങ് ആണ്. ഇവിടെ ചിലപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കണ്ടതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് അത്തരം രൂപത്തിൽ ഒരു വലിയ ശിക്ഷ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി ഓരോന്നിനും നമ്മൾ കണ്ടതിന്, ഹറാമ് കണ്ടതിന് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, കാതുകൊണ്ട് ഹറാമ് കേട്ടതിന് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, മറ്റു പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും വീഴുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴും. അങ്ങനെ ഓരോന്നും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പുള്ളികൾ കൂടി കറുത്തിരുണ്ട് പോകുന്നതിന് മുമ്പ് ആ കീടങ്ങളെ എടുത്ത് വലിച്ചെറിയണം. ആ കീടങ്ങളെ എടുത്ത് വലിച്ചെറിയാനുള്ളതാണ് ഏറ്റവും വലിയ മരുന്നാണ്. ആ മരുന്ന് കുടിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിങ്ങനെ ക്ലീനായി വരും. ആ ക്ലീനായി ഇങ്ങനെ വന്ന് ആ മാലിന്യങ്ങളെ എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിൽ ആ ഹൃദയത്തിൽ പിന്നീട് വീണ്ടും സ്ട്രോങ് ആയി കറുത്തിരുണ്ടുപോയി. പിന്നെ ഇസ്തിഗ്ഫാർ കൊണ്ട് മായൂല, അത്രയും കടുത്ത രൂപത്തിലായി കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ മുമ്പ് മെല്ലെ ക്ലീൻ ചെയ്ത് നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ സാധുക്കളാണ്, മഅസൂമീങ്ങളായ അല്ലാഹുവിൻ്റെ മലക്കുകളല്ല, അമ്പിയാക്കളല്ല. പാപങ്ങൾ വന്നു പോകും. പക്ഷെ ആ പാപങ്ങളെ ക്ലീൻ ചെയ്യണമല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തുടങ്ങി നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു റൂം നമ്മൾ പൂട്ടിയിട്ടു വിചാരിക്കും. ഒരു റൂം ഒരാഴ്ച പൂട്ടിയിട്ടാൽ നമ്മൾ ആ റൂം തുറക്കുമ്പോൾ എത്ര തുടച്ച് വൃത്തിയാക്കി പോയ റൂമാണെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ അവിടെ കൂടിയിട്ടുണ്ടാവും. ഉറപ്പല്ലേ? അപ്പോൾ നമ്മുടെ ഈ ജീവിക്കുന്ന ഈ ശരീരത്തിൽ നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും, ഉറപ്പാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ഓരോ കാൽപ്പാടുകൾ നമ്മൾ വെക്കുമ്പോഴും അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. അങ്ങനെ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുക, ഓരോ സമയത്തും ദിക്റിലാവുക, മെല്ലെ മാറ്റിയെടുക്കുക. അങ്ങനെ തന്നെയല്ലേ നമ്മളിങ്ങനെ മെല്ലെ മാറുക. ഒരു ചേഞ്ചിങ് ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആത്മീയമായ ഒരു പരിവേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അല്ലാഹു ആ രൂപത്തിൽ നമ്മെ മാറ്റിയെടുക്കുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ വിശദീകരണത്തിലാണുള്ളത്. അവിടെ നമ്മൾ അല്ലാഹുവിന് ധാരാളം നന്ദി ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായും 3 രൂപത്തിലുള്ള നന്ദിയുണ്ട്. ഒന്ന് ഹൃദയം കൊണ്ടുള്ള നന്ദി. ആ ഹൃദയം കൊണ്ടുള്ള നന്ദി ഏതാണ്? അവിടെ പഠിപ്പിച്ചു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് കിട്ടിയ ഏത് അനുഗ്രഹവും, ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാം അല്ലാഹുവിൽ നിന്നാണല്ലോ. ആ അല്ലാഹുവിൽ നിന്നാണ് എനിക്ക് എല്ലതും കിട്ടിയത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടായാൽ മതി. അത് തന്നെ ഹൃദയം കൊണ്ടുള്ളൊരു നന്ദിയാണ്. ഇപ്പം അങ്ങനൊന്നും കിട്ടിയതല്ല, ആ രൂപത്തിലുള്ള ഹുങ്ക് പറയുമ്പോഴോ അത് അല്ലാഹുവിനെ ധിക്കരിക്കലാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം അവൻ്റെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, എനിക്ക് കിട്ടിയ ഏത് അനുഗ്രഹവും
അത് ചെറുതാവട്ടെ വലുതാവട്ടെ എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്ന ഒരു ചിന്തയുണ്ടോ? പടച്ചറബ്ബിന് ഹൃദയം കൊണ്ടുള്ള നന്ദി ആ അടിമ ചെയ്യൂ. ഇനി രണ്ടാമത്തെ രൂപം നാവ് കൊണ്ടുള്ള നന്ദിയാണ്. നാവ് കൊണ്ടുള്ള നന്ദി എങ്ങനെയാണ്? ആ നാവ് കൊണ്ടുള്ള നന്ദി എൻ്റെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്, എനിക്ക് റബ്ബ് തന്നത് എന്തെല്ലാം ഉണ്ട് എന്ന് ഓരോന്നും ചിന്തിച്ച് നമ്മുടെ നാക്കുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അത് അല്ലാഹുവിന് നാവ് കൊണ്ടുള്ള നന്ദിയാണ്. അത് അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. അല്ലാഹു നൽകിയത് എടുത്തു പറയുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. എന്നാൽ മൂന്നാമത്തെ രൂപം അവയവങ്ങളെ കൊണ്ടുള്ള നന്ദിയാണ്. ആ അവയവങ്ങളെ കൊണ്ടുള്ള നന്ദിയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ റബ്ബേ നീ ഒന്ന് ഖബൂലാക്കി തരണം എന്ന നിയ്യത്തോടുകൂടെ അല്ലാഹുവേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ എൻ്റെ മനസ്സിൽ പിശാച് വന്ന് ഇടം കയറുന്നു. അതിൽ നിന്നെല്ലാം എനിക്ക് മാറ്റം തരണമെന്നും റബ്ബി ഹമസാതി ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദൂറൂൻ. പിശാച് മനസ്സിൽ വിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും റബ്ബേ എനിക്ക് കാവൽ തരണമെന്ന ചിന്തയോടുകൂടെ സുജൂദിലേക്ക് നോക്കിക്കൊണ്ട് നല്ല ഭക്തിയോടുകൂടെ അവൻ നിസ്കരിക്കുന്നു. അവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു. സലാം കിട്ടുന്നത് വരെ റബ്ബുമായിട്ടുള്ള ചിന്തയിലാണ്. അവന്റെ അവയവങ്ങൾ മുഴുവനും അനങ്ങുന്ന, അവന്റെ അവയവങ്ങൾ മുഴുവനും റബ്ബിൽ ലയിച്ചു ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ഓരോന്നും ഓപ്പറേഷൻ ചെയ്ത് നമ്മളെടുത്ത് നോക്കി പരിശോധിച്ച് നോക്കിയാൽ എന്തായിരിക്കും നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ? റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലയോ അടിമകളെ, നാളെ ആഖിറത്തിൽ വരുമ്പോൾ എൻ്റെ മലക്കുകൾ നിങ്ങളുടെ ഓരോ റെക്കോർഡുകളും എനിക്ക് കാണിച്ചു തരും. എനിക്ക് കാണിച്ചു തന്നാലോ, എനിക്ക് കാണിച്ചു തന്നിട്ട് പറയും, ഇന്നാലിന്ന മനുഷ്യന്റെ ഇന്നാലിന്ന നിസ്കാരത്തിൽ ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന സുജൂദ് റെഡിയായിട്ടില്ല, അവന്റെ തക്ബീറത്തുൽ ഇഹ്റാം റെഡിയായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ വലിയ നിസ്കാരക്കാരാണ്, നമ്മൾ നിസ്കരിച്ചു, എല്ലാം നിസ്കരിച്ചു എന്ന ചിന്ത നമുക്കുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെയൊന്നും നമുക്കങ്ങനെ ഒരു ഉണ്ടാകരുത്. റബ്ബേ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എന്നാൽ കഴിയുന്ന ഓരോ ഇബാദത്തും എടുക്കുന്നുണ്ട്, എനിക്ക് നീ ഖബൂലാക്കി തരണം എന്ന ചിന്തയെ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയുന്നു, റബ്ബേ, ഇന്നാലിന്ന ആള് വലിയ നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ ലിസ്റ്റ് ഞങ്ങളൊന്ന് വായിക്കട്ടെ, പറഞ്ഞു തരട്ടെയോ? അതിങ്ങനെ റബ്ബിന്റെ മുമ്പിൽ വായിച്ചു കൊടുക്കുകയാണ്. വായിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇയാളുടെ നിസ്കാരത്തിന്റെ സുജൂദ് റെഡിയായിട്ടില്ല റബ്ബേ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കാരുണ്യവാനല്ലേ. അല്ലാഹു തആല പറയുന്നു, എന്നാ മലക്കുകളെ, എൻ്റെ അടിമക്ക് വല്ല സുന്നത്ത് നിസ്കാരം ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പൊ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് അവര് പറയുകയാണ്, അല്ലാഹുവേ, അയാൾക്ക് സുന്നത്ത് നിസ്കാരം ഒന്നുമില്ല, എന്നാൽ ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നേരെ മറിച്ച് അവിടെ പറയാണ് മലക്കുകൾ, അല്ലാഹുവേ, ആ അടിമയുടെ സുജൂദ് റെഡിയായിട്ടില്ലെങ്കിലും അയാൾക്ക് സുന്നത്ത് നിസ്കാരം ഉണ്ട് റബ്ബേ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നാൽ മലക്കുകളെ, ആ സുന്നത്ത് നിസ്കാരങ്ങൾ എടുത്തിട്ട് ആ അടിമയുടെ സുജൂദ് റെഡി ആയിട്ടില്ലല്ലോ, ആ സ്ഥാനത്ത് അതൊന്ന് വെച്ചിട്ട് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കൂ എന്ന് പറയുമ്പോൾ ആ സുന്നത്ത് നിസ്കാരത്തെ എടുത്ത് ആ ഫർളിൽ നഷ്ടപ്പെട്ട ഭാഗം ഒന്ന് ക്ലിയറാക്കി അവരെ അങ്ങനെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്നു.
അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂലാക്കി തരണേ അല്ലാഹ്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത് ഇബാദത്ത് ചെയ്താലും പഠിച്ചവനെ ഞാൻ എൻ്റെ മനസ്സിലൊരു കിബർ തരരുത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഞാൻ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, റബ്ബേ നീ കാണണം, നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, നിന്റെ റിള ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, വേറെ ഒന്നും എനിക്കില്ല. ഈ ചിന്തയാണ് നമുക്ക് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നമ്മൾ ശുക്ർ ചെയ്യുള്ളൂ. കൊണ്ടല്ലേ സൂറത്തു ഇബ്രാഹീമിലെ 7-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഖാല തആല ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു അഥവാ ലഅസീദന്നകും, ഞാൻ കൂടുതൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അതങ്ങനെ നമുക്ക് നമ്മുടെ കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടും. അവസാനം ഇന്ന് രാത്രി നമ്മൾ കണക്ക് കൂട്ടുക. സാധാരണ 3000 രൂപയാണ് ലാഭം കിട്ടുക, ഇന്ന് 5000 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് റബ്ബേ, 2000 എനിക്ക് കൂടുതലാക്കി നീ തന്നല്ലോ. ഈ ഒരു ഹംദെങ്കിലും നമുക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ പടച്ച റബ്ബ് പിറ്റത്തെ ദിവസം ഒന്നുകൂടെ വർദ്ധനവ് തരും. നേരെ മറിച്ച് നമുക്ക് കിട്ടിയാൽ ഒരു മൈൻഡും ഇല്ല, റബ്ബിനൊരു ശുക്റുമില്ല എങ്കിൽ കുറച്ചൊക്കെ എങ്ങനെ പോകും, പെട്ടെന്ന് പൊട്ടിപ്പാളീസായി പോകും. അതാണ് കിട്ടിയ അനുഗ്രഹത്തിന് അല്ലാഹുവിന് കൂടുതൽ നന്ദി പറയണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു വാണിങ്ങാണ്. പടച്ച റബ്ബ് ഓരോ നിഅമത്തുകളും നമുക്ക് തരുമ്പോൾ ഈ തന്ന നിഅമത്തിനെ നമ്മൾ ശുക്ർ ചെയ്യലോടുകൂടെ ഇത് അതിൻ്റെ സകാത്ത് പാവപ്പെട്ടവർക്ക് നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നല്ല ബിസിനസ്സിൽ ഇങ്ങനെ ഉയർന്ന് വരികയാണ്, ഇനി ഒരു ബിസിനസ്സും ഇല്ല, നമുക്ക് കുറച്ചെങ്കിലും പടച്ച റബ്ബ് തന്ന നിഅമത്തിൽ നിന്ന് ഒരു സാധുവായ മനുഷ്യൻ വന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ആ സാധുവിനെ മടക്കി അയക്കാൻ പാടില്ല, ആ സാധുവിനെ അവഗണിക്കാൻ പാടില്ല, ഉള്ളത് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു ബെല്ലടിച്ച സമയത്ത് നമ്മുടെ കയ്യിലൊന്നുമില്ല, സാധാരണ 100 രൂപ കൊടുക്കുന്ന ആളാ, ഇപ്പൊ ഒരു 10 രൂപ മാത്രമേ കയ്യിലുള്ളൂ എങ്കിൽ പൊരുത്തപ്പെട്ടിട്ട് നമ്മൾ പറയണം, ഇതാ ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് ആകെ 10 രൂപയുള്ളൂ എന്ന് പറയാം. എന്നിട്ട് അദ്ദേഹത്തിനെ സന്തോഷത്തോടുകൂടെ പറഞ്ഞേ, ഇനിയൊരു 10 രൂപയും ഒന്നുമില്ല, ഒരു 5 പൈസയും ഇല്ല എങ്കിൽ ആ സാധുവായ മനുഷ്യൻ വന്നാൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട്, എന്നാൽ ഇപ്പൊ എൻ്റെ കയ്യിലൊന്നുമില്ല, തൽക്കാലം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് എടുക്കട്ടെ അല്ലെങ്കിൽ വെള്ളം എടുക്കട്ടെ, ഇത് നിങ്ങൾ കുടിച്ചു പോകണം, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ വലിയൊരു സന്തോഷം ഉണ്ടാവും. ഈ മനുഷ്യൻ എന്നെ പരിഗണിച്ചല്ലോ, എന്നെ അവഗണിച്ചിട്ടില്ലല്ലോ എന്ന ഒരു സന്തോഷം ആ മനുഷ്യന്റെ കൽവിലുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഖാദി ഇബ്നു ഖല്ലിഖാൻ എന്ന് പറയുന്ന മഹാൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഹയാത്തുൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയോ? അന്ന റജുലൻ മിനൽ അവ്വലീൻ, പൂർവീകരിൽപ്പെട്ട ഒരാൾ ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ്, നല്ല ആഡംബരത്തിൽ ജീവിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ്. ആ ഭാര്യയും ഭർത്താവും നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു. ആ നവദമ്പതിമാരുടെ ഇടയിൽ ഉള്ളത് സുബ്ഹാനല്ലാഹ് നല്ല ചുട്ട കോഴിയുണ്ട്. നമ്മൾ തന്തൂരി ചിക്കൻ എന്നൊക്കെ പറയാറില്ലേ, അതാണ് ദജാജത്തുൻ മശ്വിയ എന്ന് പറയുന്നത്. നല്ല ചുട്ട കോഴിയുണ്ട്, ഇവരിങ്ങനെ നല്ല അടിച്ചു മാറുക എന്ന് പറയൂലേ, ആ രൂപത്തിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുകയാണ്.
ആ ഭക്ഷണം കഴിച്ച് കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ വീട്ടിലേക്ക് ഒരാൾ വരുന്നത്. ആ വീട്ടിലേക്ക് വരുന്നു. നല്ല ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഒരു യാചകൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. കടന്നു വന്നിട്ട് കതകിന് മുട്ടുന്നു, ഡോറിന് മുട്ടുന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു യാചകനാണ്. അയാള് ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി. വല്ല ഭക്ഷണവും എനിക്ക് തരുമോ? അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. ഈ ചോദ്യം കേട്ട ഉടൻ ആ വീട്ടിലെ ആ വ്യക്തി ഈ പാവപ്പെട്ട യാചകനോട്, ഈ പാവപ്പെട്ട ഫഖീറിനോട് പറയുന്നു, നീ ഇരക്കാൻ വന്നതാണടാ, നീ പോയി നിന്റെ പണി നോക്കടാ, നീ ഇഴന്ന് ജീവിക്കണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ മനുഷ്യന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കിപ്പോയി. ആ മനുഷ്യനെ നിരാശയോടുകൂടെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ കണ്ണീരോടുകൂടെ ആ വീട്ടുമുറ്റത്ത് നിന്ന് പോവുകയാണ്. ഈ വീട്ടുകാരനാണെങ്കിലോ നല്ല അടിച്ചു പൊളിച്ച് ജീവിതം നയിക്കുന്ന ആളാണ്. നല്ല സുഖലോലുപതയിൽ ജീവിക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ദുഹായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയതല്ലേ, ഒരു ചോദിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വന്നാൽ ആ സാധുക്കളെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യകർത്താവിനെ അല്ലെങ്കിൽ ഒരു യാചകനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല, വിരട്ടി ഓടിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. പക്ഷേ ഈ സാധുവായ മിസ്കീനായ മനുഷ്യനെ ഇദ്ദേഹം അവഗണിച്ചു, അവിടെ നിന്ന് അടിയോടിച്ചു. ആ അവഗണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിമിഷം മുതൽ ആ സുഖലോലുപതയിൽ അടിച്ചുപൊളിയിൽ ജീവിച്ച മനുഷ്യന്റെ നിഅമത്തുകൾ ഓരോന്നോരോന്നും അല്ലാഹു നീക്കം ചെയ്യാൻ തുടങ്ങിപ്പോയി. അങ്ങനെയതാ ഇവര് തമ്മിൽ, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ബന്ധമായിരുന്നു, വലിയ അടിച്ചുപൊളി ജീവിതം നയിച്ചവരായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തോ ഒരു വിഷയത്തിൽ ഈ ഭാര്യ ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടായി എന്ന് മാത്രമല്ല, ആ പ്രശ്നത്തോടുകൂടെ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞുപോയി. അവര് തമ്മിൽ തൊലാഖിലെത്തിപ്പോയി. ഈ പെണ്ണ് തൊലാഖിന്റെ പേരിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ആ ഇറങ്ങിയ പെണ്ണ് പിന്നീട് അവിടെ നിന്ന് കൊടുന്നു. അത് മുഖേന പിന്നീട് അദ്ദേഹത്തിന്റെ ഓരോ സാമ്പത്തിക ആസ്തികളെല്ലാം തകർന്നടിഞ്ഞു പോയി. ചുരുക്കത്തിൽ ഈ മനുഷ്യന്റെ ബിസിനസ്സുകളുടെ ഓരോ സംരംഭങ്ങളും ഓരോ നിമിഷവും തകർന്നടിഞ്ഞു ഈ മനുഷ്യൻ പിന്നീട് ഫഖീറായി പോയി. ഫഖീർ എന്ന് മാത്രമല്ല, വലിയ ദരിദ്രനായി പോയി. അങ്ങനെ ആ പെണ്ണ് വേറെ ഒരു വിവാഹം കഴിച്ചു. അങ്ങനെ ഇപ്പോൾ ഈ പെണ്ണ് മറ്റൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുകയാണ്. രണ്ടാം ഭർത്താവാണ്. ആ രണ്ടാം ഭർത്താവിന്റെ കൂടെയാണുള്ളത്. അങ്ങനെ ഇവര് തമ്മിൽ നല്ല സുഖലോലുപതയിൽ ജീവിക്കുന്നു. ഈ ഭാര്യ രണ്ടാമത്തെ ഭർത്താവാണ് ഈ പെണ്ണിനുള്ളത്. നല്ല സുഖത്തിൽ ജീവിക്കുകയാണ്. ഒന്നാമത്തെ ഭർത്താവ് നല്ല അടിച്ചുപൊളി ജീവിതമാണ്. അതിനേക്കാളും നല്ല സുഖത്തിൽ ഈ പെണ്ണിന്റെ എല്ലാ വിഷമങ്ങളും തീർന്നു റാഹത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ
നിൽക്കുമ്പോഴാണ് ഇവരും ഇതേ രൂപത്തിൽ നല്ല ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോഴോ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഈ ഭർത്താവും ഭാര്യയും അഥവാ രണ്ടാമത്തെ ഭർത്താവും ഈ പെണ്ണും തമ്മിൽ ഭക്ഷണം കഴിക്കുകയാണ്. ഇവരുടെ മുമ്പിലും ചിക്കൻ തന്തൂരിയുണ്ട്, നല്ല ചുട്ട കോഴിയുണ്ട്. അങ്ങനെ നല്ല ചുട്ട കോഴി ഇങ്ങനെ കഴിക്കുകയാണ്, നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുകയാണ്. നമുക്ക് ആ പഴയ കാര്യം ഓർമ്മയിലുണ്ടാവണം. അപ്പോഴാണ് ആ സ്പോട്ടിൽ ആ സമയത്ത് ഒരു യാചകൻ ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നു ആ വീടിന്റെ അടുത്ത് വന്നു വാതിലിന് മുട്ടുകയാണ്. വാതിലിന് മുട്ടിയിട്ട് നേരത്തെ ഈ പെണ്ണിന്റെ ആദ്യത്തെ ഭർത്താവും ഈ പെണ്ണും തമ്മിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടായ അതേ ഒരു അനുഭവം വന്നിട്ട് ചോദിക്കുന്നു, വല്ലതുമുണ്ടോ, എനിക്ക് വിശന്നിട്ട് വയ്യ, വല്ലതും എനിക്ക് തരണേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഭർത്താവ്, ആ രണ്ടാമത്തെ ഭർത്താവ് നല്ല കൊടുതിയുടെ ആളാണ്. എല്ലാവരും നന്നായി സഹായിക്കുന്ന കൊടുക്കുന്ന ആളാണ്. ആ നല്ല സ്വഭാവമുള്ള ഈ ഭർത്താവ് പറഞ്ഞു, മോളെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പകുതി ആ ചോദിക്കുന്ന ആ മനുഷ്യന് കൊടുക്കുമോ എന്ന് പറഞ്ഞു. അദ്ദേഹം കിച്ചണിൽ പോയി നല്ല ഒരു പാത്രം എടുത്ത് അതിലൊക്കെ നല്ല ഉഷാറാക്കി പൊതിഞ്ഞ് ആ പൊതി ഈ പെണ്ണിന്റെ അടുത്ത് കൊണ്ടുപോയി അതാ അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ പെണ്ണ് ആ മനുഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഈ കവർ കണ്ട എന്ന് പറഞ്ഞ് നീട്ടുന്നതിനിടയിൽ ഈ പെണ്ണ് ആ യാചകനെ മെല്ലെ ശ്രദ്ധിച്ചു നോക്കി. ഈ കോഴിയും ഈ ഭക്ഷണവും ആ ഫക്കീറിന് നൽകൂ എന്ന് പറഞ്ഞപ്പോ ആ ഭാര്യ ആ ഭക്ഷണപാത്രം എടുത്ത് അയാളിലേക്ക് ഇങ്ങനെ കൈമാറിയപ്പോൾ ഭാര്യ അയാളിലേക്ക് ഒന്നുകൂടെ നോക്കി, ഒന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ വീട്ടിലേക്ക് വന്നു പോയി ഒന്ന് ശ്രദ്ധിച്ചു നോക്കല്ലോ, ആരാത് വന്നത് എന്ന് നോക്കുമല്ലോ. ആ രൂപത്തിൽ ഈ ഭാര്യ ഒന്ന് മെല്ലെ നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഭാര്യ അത്ഭുതപ്പെട്ട് ബേജാറായി നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആ ഭാര്യ ബേജാറായിട്ട് പറയാണ്, പ്രിയപ്പെട്ട ഭർത്താവേ, ആ വന്നത് ആരാ അറിയോ? ആ വന്നത് അത് എന്റെ ആദ്യത്തെ ഭർത്താവാണ് എന്ന് ഈ രണ്ടാമത്തെ ഭർത്താവിനോട് പറയാണ്. ആ വന്ന ഫക്കീർ എന്റെ ഒന്നാമത്തെ പുതിയ അദ്ദേഹം ഇങ്ങനെ ഫക്കീറായി പോയല്ലോ. എത്ര ആഡംബരത്തിൽ ജീവിച്ച മനുഷ്യനാണ് റബ്ബേ അയാള്, എന്തെല്ലാം അയാൾക്കുണ്ടായിരുന്നു, ഇത്ര വലിയ ഫക്കീറായല്ലോ എന്നും പറഞ്ഞ് ആ ഭാര്യ അത്ഭുതപ്പെടുക. അതല്ലേ നമുക്കറിയാം, പൂന്താനം എന്ന ഒരു ജ്ഞാനപ്പാന എന്ന മലയാള ഭക്തി കവിതയിലുണ്ട്, കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കെട്ടുന്നതും ഭവാൻ. എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല മാളികപ്പുറത്ത് ഇങ്ങനെ കയറി ഞാൻ വലിയ ആളാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളെയും പെട്ടെന്ന് കകിടം മറിച്ച് തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് അവനെ തകർക്കുന്നതും, അല്ലാഹുവാണ് അവനെ ഉയർത്തുന്നതും. അതുകൊണ്ട് തന്നെ എത്ര വലിയ ആഡംബരത്തിൽ ജീവിച്ച മനുഷ്യനായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ വലിയ ഫഖീറായി പോയല്ലോ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ആ ഭർത്താവിനോട് അഥവാ രണ്ടാമത്തെ ഭർത്താവിനോട് ഈ ഭാര്യ വിശേഷങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ,
എത്രയായിരുന്നു അയാളുടെ സമ്പത്ത്, അയാൾ ഒടിഞ്ഞു പോയല്ലോ, അയാൾ തുലഞ്ഞു പോയല്ലോ, ഈ കോലത്തിൽ അദ്ദേഹം ഫക്കീറായി പോയല്ലോ. വീണ്ടും ആ ഭാര്യ പറയുന്നു, പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ ആദ്യത്തെ ഭർത്താവ് ഈ കോലത്തിൽ ഫക്കീറായി തീരാനുള്ള കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഭർത്താവ് പറഞ്ഞു, അറിയില്ല, മോളൊന്ന് പറയൂ. ഭാര്യയുടെ മറുപടി, നാം ഇപ്പോൾ കഴിച്ചില്ലേ നല്ല ഭക്ഷണം, നമ്മുടെ മുമ്പിൽ ചുട്ട തന്തൂരിയില്ലേ, ചുട്ട കോയിയില്ലേ, ആ കോയും ഭക്ഷണം അങ്ങനെ കഴിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഫക്കീർ വന്ന് ഇതേ രൂപത്തിൽ ചോദിച്ചില്ലേ നമ്മോട്, ഫക്കീർ ഇപ്പൊ വന്നിട്ട് ഭക്ഷണം വല്ലതും തരുമോ എന്ന് ചോദിച്ചില്ലേ? ഇതേ രൂപത്തിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു യാചകൻ വന്നു. ആ യാചകൻ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരൽപ്പം ഭക്ഷണം തരുമോ? വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചോദിച്ചതാ. ആ സമയത്ത് എന്റെ ആദ്യത്തെ ഭർത്താവ് ആ ഫക്കീറിനെ വിരട്ടി ഓടിച്ചു. ഏരക്കാൻ വേണ്ടി വന്നതാണോ എന്നും പറഞ്ഞ മനുഷ്യനെ ആട്ടി ഓടിച്ചു. ആ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സ് വേദനിച്ചു പോയി, കണ്ണീരോടെ തിരിച്ചുപോയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാക്കിൽ നിന്ന് വരുന്നത് മനസ്സിന് കൊള്ളുമെന്ന് പൂർവീകരായ ആളുകൾ പറഞ്ഞു തന്നിട്ടില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വടിയെടുത്തുകൊണ്ട് ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ അതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ വേദനയും മാറിക്കിട്ടും. പക്ഷേ നാക്കുകൊണ്ട് ഇല്ലാത്തത് പറഞ്ഞാൽ, നാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒഴിവ് ഗുണങ്ങളെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഒരാളെയും നാക്കുകൊണ്ട് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇത്തഖി ദഅവതൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിച്ചോളൂ. തീർച്ചയായും ആ മനുഷ്യനൊന്ന് മനസ്സ് വേദനിച്ചുകൊണ്ട് പടച്ച റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെയും ആ അടിമയുടെയും ഇടയിൽ ഹിജാബും ഒരു മറയുമില്ല. അത്രക്കും പവറാണ്. ഒരാളുടെ മനസ്സിനെ വല്ലതും വേദനിച്ചു കഴിഞ്ഞാൽ പടച്ചോനെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഈ വ്യക്തിക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്പോട്ടിൽ എന്താണോ പറഞ്ഞത് അതവിടെ സംഭവിക്കും. ഭാര്യ പറയുന്നു, ആ പാവപ്പെട്ട മനുഷ്യന്റെ കുരുത്തക്കേടാണ് എന്റെ ആദ്യ ഭർത്താവിന് കിട്ടിയത്. ആ ഭർത്താവ് വലിയ സമ്പന്നനായിരുന്നു. എന്റെ ഭർത്താവ് അതേ വലിയ രൂപത്തിൽ പണമാണെങ്കിൽ പണം, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, എല്ലാം അടിപൊളിയായി ജീവിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു. പിന്നീട് എല്ലാ ബിസിനസ്സും പൊട്ടി, വരുമാനങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം നഷ്ടം, എല്ലാം തകർന്നടിഞ്ഞുപോയി. ഇത് കേട്ടപ്പോൾ ഈ ഭർത്താവ് പറയുന്നു, മോളെ, ഈ സംഗതികളൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ച് കൊണ്ടിരിക്കുമ്പോൾ വിശന്ന് വലഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഫഖീറായി വന്ന ആ മിസ്കീൻ ഞാനായിരുന്നു മോളെ എന്നും ഈ രണ്ടാം ഭർത്താവ് ഈ ഭാര്യയോട് പറയുകയാണ്. അള്ളാഹു തന്നതിൽ നിന്ന് ഒന്നും സാധുക്കൾക്ക് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചതിന്റെ കുരുത്തക്കേട്, ആ മനുഷ്യന്റെ മനസ്സ് വേദനിച്ചതിന്റെ കുരുത്തക്കേട്, അത് അദ്ദേഹം ആ മനുഷ്യനെ തട്ടുകയാണ്. ഈ ചരിത്രത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്.
ഒന്ന് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. മറ്റൊന്ന് അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കേണ്ടവർ പരിഗണിക്കാൻ, അല്ലാഹു തന്നതിന് ശുക്ർ ചെയ്യാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത്തരം മുസീബത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാവൽമാറാകട്ടെ. എല്ലാവരും മുന്നേറ്റം നിൽക്കണം. നമുക്ക് യാത്രണം വിട്ടു ചെല്ലണം, ഒന്ന് അടുത്തോട്ട് വരണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മോട് വിട പറയാനായി പോവുകയാണ്. അല്പ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ വർഷത്തെ 1500-ാം ജന്മദിനം നമ്മോട് വിട പറയുകയാണ്. നല്ല ആത്മാർത്ഥതയോടുകൂടി യാ ക്രമവേദി നമ്മൾ ചൊല്ലണം. അല്ലാഹു ഖബൂലാക്കി തരുമാറാകട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العامم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم ربي حين يقسمها تعدي على حسب العصيان في حساب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واللطف بعبدك في الدارين إن له صبرا متى تدعو الأهوال يا عازم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم بردا لصحبي صلاة منك دائمة على النبي بمهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل وصحبه ثم التابعين له أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما نهت عن ذنبات الماهر صبا وأطرب الحساب
سيدنا رسول الله سيدنا حبيب الله ثم عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر بالكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي المصطفى واليوم مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم لله من أبدا على حبيبك خير الخلق كلهم اللهم صل على ഇന്നത്തെ നമ്മുടെ ചായ നമ്മുടെ അഷ്റഫാക്കുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ ഹലാഹമാകളും മനസ്സിലാകട്ടെ. അദ്ദേഹത്തിൻ്റെ മകന് കല്യാണം കഴിച്ചിട്ട് 3 വർഷം മക്കളിൽ ഖൈറായ സ്വാലിഹായ മക്കളെ കൊടുക്കണം. അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കണം. അല്ലാഹ് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد ارحم الراحمين يا الله. ഞങ്ങളുടെ പറഞ്ഞ നമുക്ക് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുഴുവൻ അമലുകളും നീ കബൂലാക്കി തരണേ അല്ലാഹ്. ദോഷങ്ങൾ മുഴുവൻ നീ പുറത്തി തരണേ റഹ്മാനേ. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി എന്തെല്ലാം ഇഷ്ടങ്ങൾ ചെയ്തിട്ടുണ്ടോ നീ പുറത്തുമാക്കി തരണേ അല്ലാഹ്. നിന്നെ കുറിച്ചുള്ള ചിന്ത ഏത് നിമിഷവും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ നൽകാൻ ഉദ്ദേശിച്ചതെല്ലാം ഞങ്ങളുടെ പാപങ്ങൾ കാരണം നീ തടഞ്ഞു വെക്കരുത് റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ നോട്ടമുള്ളതല്ല തങ്ങൾ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. നീ അനുഗ്രഹം വർഷിപ്പിക്കാൻ ഉദ്ദേശിച്ചതെല്ലാം നീ വർഷിപ്പിച്ചു തരണേ റഹ്മാനെ. പാപം കാരണം ഒന്നും നീ തടഞ്ഞു കളയരുത് റഹ്മാനെ. ഒന്നും നീ മടക്കി കളയരുത് റഹ്മാനെ. റബ്ബേ വല്ല ശർറും ചെയ്തിട്ടുണ്ടെങ്കിലെല്ലാം ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീക്കി കളയണേ റഹ്മാനെ. റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കൾ ഭാര്യ സന്താനങ്ങളെല്ലാവരെയും നിന്റെ
നിന്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. റഹ്മാനായ അല്ലാഹു ഇഖ്ലാസ് ഈമാൻ തഖ്വീ തരണേ അല്ലാഹു. ഇബാദത്തുകളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹു. നമ്മുടെ ഇബാദത്തുകളിൽ എന്തെല്ലാം പാളിച്ചു വന്നിട്ടുണ്ടോ, പാകപ്പിഴവുകളുണ്ടോ എല്ലാം നീ പരിഹരിച്ച് നിന്റെ മുഖ്ലിസീങ്ങൾ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങളുടെ ഇബാദത്തുകളെല്ലാം നല്ല ക്ലിയറായ രൂപത്തിൽ നിന്റെ അടുക്കൽ കബൂലാക്കി തരണേ അല്ലാഹ്. അവസാനം കാമിലായ ഈമാനോടുകൂടെ ആഖിറത്തിനായി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവരും ഭാഗ്യം തരണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.